ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ലേസ് ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ പോകണം. നിങ്ങൾക്ക് ഏത് ലേസ് ഇഷ്ടമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം. വൈകി ലേസും കൊണ്ട് വരാണ്ട് ഇപ്പം അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻ്റ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം. അതിപ്പം ഇന്ന് നമ്മളെ ലൈസാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ ഇനി വേറെ കുറേ സംഭവങ്ങൾ കൊണ്ടുവരും. അത് നമ്മൾ സൗണ്ട് ഇല്ലാതെ എല്ലാവരും കഴിക്കണം. ഓക്കെ, ചലഞ്ച് തുടങ്ങാം. എല്ലാവരും എടുത്തോളൂ. പക്ഷെ നമ്മുടെ ഇവിടെ തന്നെ സുമിയാൻ്റെ ഇരിക്കുന്നുണ്ട്. അമ്മ നമ്മുടെ റൂബിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റൂബി ആളാണ് കാണിച്ചു തരാം. ഇവിടെ വേണ്ട, റൂബിനെ കാണിക്കണ്ട. റൂബിനെ കാണിച്ച് ശരിയായില്ല. ഞാൻ കുറച്ച് പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എന്താ ചെയ്യാൻ ആർക്കോ. ഓക്കെ, തുടങ്ങാം. ആദ്യം നമ്മുടെ ദിയമോൾ എടുക്കുന്നതായിരിക്കും. ആദ്യം നമ്മുടെ വൈകമോൾ എടുക്കുന്നത്. ഞാൻ എടുക്കാം. ഇതൊക്കെ എല്ലാവരും ഒന്നെടുത്തിട്ട് ആദ്യം നമുക്ക് ഓർഡർ ചെയ്തിട്ട് നോക്കാം. ശരി, ഓർഡർ ഫസ്റ്റ് വൈക തുടങ്ങാൻ പോകുന്നു. ഓക്കെ കേട്ടോ. സൗണ്ട് ഉണ്ടാക്കി ഔട്ടാണ് ഗൈസ്. വേഗം തിന്നെ. ശബ്ദം ഉണ്ടാക്കണം. അപ്പോൾ അറിയില്ല. അതൊക്കെ എനിക്കറിയാം. ഇതും പോഷണായ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ കഴിക്കുന്ന അറിയില്ല, സൗണ്ട് അറിയില്ല. ഗായ്സ്, നമ്മുടെ റൂബി ഉറങ്ങി ഗായ്സ്. അടുത്ത വീഡിയോയിൽ നമുക്ക് റൂബിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാം. ബൈക്കൊന്നും കഴിച്ചിട്ടില്ല സമയത്ത് തീരുവോ? ഞാൻ ഇതാണ് കഴിക്കുക. അപ്പൊ സുമിയാൻറ്റി കുറഞ്ഞ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. കഴിഞ്ഞു. സുമിയാൻറ്റി എങ്ങനെ കഴിഞ്ഞു? എന്റെ കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ആൾ കഴിച്ചോളൂ. സുമിയാൻറ്റി ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയൂ, അഭിപ്രായം പറയൂ. ഓക്കെ, കേട്ടി കൊടുക്ക്. സുമിയാൻറ്റി കുറച്ച് റൂബി. ഓക്കെ, അപ്പൊ ഞാൻ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭാവിയാണ്, ഋതുലാണ്. അവൻ അത്യാവശ്യം വലിയ പീസ് എടുത്ത് പൊട്ടലാണ്. ഞാൻ ചെറുതെടുത്ത് അപ്പൊ ഇതിലൊക്കെ പണിഷ്മെന്റ് നമ്മൾ അവസാനം കൊടുക്കുന്നത്. എനിക്ക് ഒരു മാർക്ക് ഉണ്ട്, ഇവര് മുട്ടയാണ്. എനിക്ക് ലേസ് കഴിക്കാത്തതിന്റെ പണിഷ്മെന്റ് ഈ വീഡിയോ ലാസ്റ്റ്. അടുത്ത ആയിട്ട് എടുക്കുമ്പോ അടുത്ത വീഡിയോ ആയിട്ട് ഇടും കൈ. സൗണ്ട് ഉണ്ടാക്കേടോ. നമ്മള് ചവയ്ക്കുമ്പോ അവള് ചവയ്ക്കുന്ന സൗണ്ട് പൊട്ട. ഇവിടെ ഒന്ന് വേഗം ഒന്നും നടക്കില്ല. നിങ്ങൾ കാര്യം പറഞ്ഞു, നിങ്ങൾ വലിയ പറഞ്ഞു. ഈ വലിയ പീസ് നിങ്ങൾക്കാണ് ഗായ്സ്. നിങ്ങൾ എടുത്തോളൂ. ഓ, അങ്ങനെ എന്നാ പിന്നെ ഞാൻ ഇത് ഫുള്ള് തരും ഗൈസ്. പക്ഷെ നിങ്ങൾ ലൈക്ക് ഞാൻ അപ്പൊ ഗീവ് അവേ ചെയ്യും ഗൈസ്. ഒരു ഗീവ് അവേ ചെയ്യാൻ വേണ്ടി ഞാൻ നിൽക്കുന്നുണ്ട്. അവിടെ സൗണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ റിസോർട്ട് പണി നടക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. കഴിഞ്ഞോ? നിങ്ങൾക്ക് ഏതാ ലൈസ് ഇഷ്ടം? ഏത് ഫ്ലേവർ ആണ്? ഞാൻ ഒന്നും കൂടി കഴിച്ചു. കഴിഞ്ഞോ? യെസ് ഗൈസ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മാർക്ക് ഉണ്ട്. പക്ഷെ ഇവനാണ് ഇവിടെ ഒന്നുമില്ലാതിരിക്കണം. ഈ വീഡിയോയില് ഇത് കഴിയുമ്പോ ഇവിടെ കാണുമ്പോ ഇവിടെ സത്യം മനസ്സിലാക്കുന്നതായിരിക്കും. യെസ് ഗൈസ്, നമുക്ക് അവസാനം നോക്കാം. അവസാനം എല്ലാത്തിനും പണിഷ്മെന്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത വീഡിയോ അല്ല, അടുത്ത ഫുഡ് ഞാൻ എടുത്തിട്ട് തരാം. നിങ്ങൾ അതിന് എന്തൊക്കെ പറഞ്ഞോണ്ട് ഞങ്ങളിത് തിന്നോണ്ടില്ല. ഇത് വേണമെങ്കിൽ കൊണ്ടുപോയി ഞാൻ അടുത്ത് തിന്നു. ഉറപ്പാണ്. ഞാൻ തിന്നു. സുമിയാൻ കൊണ്ടുവന്നായിരിക്കും അതിന്റെ ലൈസൻസ് നല്ലത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ പണിഷ്മെന്റ് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഉള്ളതിൽ കറണ്ട് പണിഷ്മെന്റ് നമ്പർ എനിക്കൊരു പണിഷ്മെന്റ്, ഇവിടെ 0, ഇവിടെ 0. അപ്പോൾ ഇനി അടുത്ത ഡിഷും കൊണ്ട് വരുന്നതായിരിക്കും. അതുവരെ ഒരു 5 മിനിറ്റ് ബ്രേക്ക്. അല്ലെങ്കിൽ വേണം ബ്രേക്ക് ഒക്കെ. നമുക്ക് എന്തിനാ നമ്മൾ ബ്രേക്ക് കൊണ്ടുവന്നപ്പോഴാണ് അവന് അതിന്റെ ഇടയിൽ ബ്രേക്ക്. അപ്പൊ ഞാൻ അടുത്ത ഡിഷ് വേറൊന്നുമല്ല, ചിപ്സ് ആണ്. കഴിച്ചിട്ടുണ്ടെന്ന് അറിയില്ല.
അമ്മ ഒരു ചെറിയ പണി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വരും. അത്ര നേരത്തെ നമുക്ക് വായിക്ക് റെസ്റ്റ് കൊടുക്കണ്ട. നമ്മുടെ വായിക്ക് നമുക്ക് കുറച്ച് പണി കൊടുക്കാം അല്ലേ. ഇതാണ് ആഫ്രിക്കൻ ചിപ്സ്. കറ്റുള്ളവർ കമന്റ് ചെയ്യുക. ഇപ്പൊ വെറുതെ വരാൻ നല്ലതാണ്. ഇത് ഞാൻ വാഴ നട്ട് നനച്ചുണ്ടാക്കിയ കൊലയിന്ന് ഉണ്ടായ പഴം കൊണ്ടുണ്ടാക്കിയ ചിപ്സാണ് കഴിച്ചു. വിളിച്ചില്ല. ഇവൻ തന്നെ ഒരു വാഴയാണ്. എന്നിട്ട് ഇവൻ വേറെ വാഴ നട്ടു. അല്ല എന്താ ചാലഞ്ച്? അപ്പോൾ കറക്റ്റ് പണിഷ്മെന്റ് നമ്പർ വൈക്ക് 0, എനിക്ക് 1, 0. അപ്പോൾ എനിക്കൊരു പണിഷ്മെന്റ്. അങ്ങനെ പണിഷ്മെന്റ് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത്. ഇവൻ പറഞ്ഞെല്ലാം തെറ്റാണ്. ഇവൾക്ക് ഒരു പോയിന്റ് ഉണ്ട്. അതല്ല പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഇത് ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ പറഞ്ഞു തീരും. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഞാൻ, സെക്കൻഡ് ഫസ്റ്റ് ഞാൻ തിളക്കണം ഗൈസ്. ഗൈസ് സത്യത്തിലാണ് ആരോ വിളിച്ചു. ഞാൻ തുടങ്ങി. സൗണ്ട് ഉണ്ടാക്കിയിരിക്കടാ. സൗണ്ട് പിന്നെ അപ്പോഴടുത്ത് തിന്നു. തീറ്റ മണാറോ നമ്മളൊക്കെ നാളെ ശ്രീകൃഷ്ണ ജയന്തി പറഞ്ഞു കൊടുക്കുക. നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. പറ്റുകയാണ് നാളെ ഞാനും ദിയാണ് വിളിക്കുക. ഓക്കെ, കൂടും കൂടെ ഗെറ്റ് റെഡി രാധ അന്നേരം ഗെറ്റ് റെഡി വീട്ടിന് പറ്റുകയാണെങ്കിൽ ഇടാം. മിക്കവാറും പറ്റില്ലായിരിക്കും. ഞാൻ കുറേ നാളെ ഈ വീഡിയോ ഇട്ടിട്ടും. അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇടാം. ചിലപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ നാളെ ആയിരിക്കും പോസ്റ്റ് ചെയ്തത്. അപ്പം എന്തായാലും ഇടാം. ഓക്കെ, ഇപ്പൊ വരാം. ആരിനൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ വാല എഴുതുന്നില്ല. ഇത് ഇത്ര ശരിയല്ല. എന്താണേ ഞാൻ വേറെ ശ്രീകൃഷ്ണ ജയന്തി പറയാൻ പറഞ്ഞാണ്. ആ സമയം കൊണ്ട് സൗണ്ട് ഞാൻ സൗണ്ട് കടിച്ചേക്ക് അമ്മ മിക്സി വെക്കാൻ ഞാൻ വേഗം കഴിക്കട്ടെ. നിന്റെ കഴിഞ്ഞല്ലേ ഞങ്ങളെ അത് വൈക. ഞാൻ എന്റെ ചേട്ടൻ ഈ സമയം കിട്ടും. ഞാൻ എന്റെ കൂടെ ഒപ്പം ചെയ്തോ. ഞാൻ വട്ടാണ് കാര്യം പോയിട്ടുള്ള ജന്മന. അങ്ങനെ ഇങ്ങോട്ട് പറയാൻ വന്നിരുന്നത് നമ്മൾ തേച്ചോ ചിപ്സ് കഴിഞ്ഞു ഗൈസ്. ശബ്ദം ഉണ്ടാക്കണ കഴിച്ചേ. ഇവിടെ സൗണ്ട് കേട്ടില്ലേ? ദീ ഔട്ടാണേ. ഞാൻ വീഡിയോ വെച്ചിട്ട് പോട്ടെ. ഇറങ്ങിപ്പോ വെറുതെ പറഞ്ഞാണ്. എന്റെ കഴിഞ്ഞു ഗൈസ്. നാളെ നമ്മുടെ ചാലഞ്ച് ഫുൾ ഷവായി ഈറ്റിംഗ്. ആര് ഫസ്റ്റ് കഴിയുന്നുള്ളത്. നെക്സ്റ്റ് ഐറ്റം എടുത്തിട്ട് വരാം ഗൈസ്.
ഓക്കെ ഇതില് ഇപ്പൊ എനിക്കൊരു പണിഷ്മെന്റ്, ബിയൊക്കെ ഒരു പണിഷ്മെന്റ്, വഴിക്ക് പണിഷ്മെന്റ് ഇല്ല കൊടുക്കാൻ. ഗൈസ് നിങ്ങൾ ഞാനവിടെ ഇതിൻ്റെ ഒരു ലേസ് എടുത്ത് കഴിച്ചതും കഴിക്കാൻ കാണിച്ചാൽ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം. പിന്നെ അടുത്തുണ്ടാവുന്ന നമ്മളെന്നെ തീർക്കണം, നമ്മൾ തീർക്കും. കഴിക്കാൻ്റെ ലേസ് എടുത്തതായാലും അത് നിങ്ങൾ കണ്ടു, എനിക്കറിയാം, നിങ്ങൾക്കറിയാം. കുടുംബം അറിയില്ല, എനിക്കറിയില്ല. ഇതൊക്കെ കണ്ട് പറയണ്ട ഗൈസ്. ഇതിൽ ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ വൈക അത് വൈകിനെ കുറിച്ചുള്ള കാര്യമാണ്. അപ്പോൾ സീക്രട്ടാണ്. ഉണ്ടത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും ഗായ്സ്. അപ്പോൾ അവർക്ക് വേണ്ടി മെസ്സേജ് പറഞ്ഞു. ഇത് നിങ്ങൾ ഫ്രീ ഫയർ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ് ഋതുൽ MECH നെറ്റ് RITH ഋതുൽ ആ ചാനൽ എന്തായാലും ആ പേജ് ഫോളോ ചെയ്യണം ഗൈസ്. കാരണം നിങ്ങൾ കൂടുതൽ ഓഫ് റോഡ് വീഡിയോസ് എന്നിട്ട് ഗെയിമിംഗ് വീഡിയോസ്, ഫ്രീ ഫയർ 1 ടാപ്പ് ആൻഡ് ഓൺലി 1 കളർ ഡ്രസ് ചാലഞ്ച് എല്ലാം കിട്ടുന്നതായിരിക്കും ഗൈസ്. ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് ഗൈസ്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പക്ഷേ ഏകദേശം വലിയ ഇതായിരിക്കും. അതുപോലെ ഞാൻ ഉറങ്ങട്ടെ ഗൈസ്. ഉറങ്ങിയിട്ട് വരാം. നല്ല ക്ഷീണം. അവരെ നിന്ന് വരില്ല, പിറ്റേ ദിവസം ആകും. കുറച്ച് കഴിഞ്ഞ് ഉറങ്ങിയിട്ട് വരാം ഗൈസ്. ബാബു ഗൈസ് എൻ്റെ ഉറക്കം കഴിഞ്ഞു. അപ്പോൾ അടുത്ത ഫുഡ് കൊണ്ടുവരാൻ പറയാം. വാടി ഫുഡ് അടുത്ത ഫുഡ് പോരട്ടെ. ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇവിടെ വൈകിയില്ലേ അവിടെ സിനിമേൻ്റെ എന്തോ പണി കൊടുത്ത് പാത്രം കഴുകാൻ പറ്റും. പാത്രം കഴിക്കാൻ ഗൈസ് അടുത്ത് റിസ്ക്കാണ്. ശബ്ദമില്ലാണ്ട് കഴിക്കാം. അവിടെ ഇപ്പം വരും. പാചകം ചെയ്യാം. കടിക്കുന്നതിൽ സൗണ്ട് ഉണ്ടാകും ഫസ്റ്റ് എടുക്കണം ബൈറ്റ്. ഇല്ല അത് ഒക്കെ വൈകി വരട്ടെ ഗൈസ്. നോക്കാം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഇപ്പം വൈകി വരാൻ സമയമായി. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? വൈകി എപ്പോഴും പണി തരാൻ കൊണ്ടുവന്നതാണ്. ഇതിൽ ഫസ്റ്റ് ഞാൻ സെക്കൻഡ് ഫസ്റ്റ് ബൈറ്റ് കഴിവുണ്ടാവും. പൊട്ടിച്ചെടുക്കണം, മൊത്തം വായിടാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ഗൈസ് തരാം. അപ്പൊ ഇത് ഞാൻ തുടങ്ങാൻ പോണ്. നമുക്ക് മൂന്നും കൂടെ ഒപ്പം തുടങ്ങിയാലോ? ബാക്കി അമ്മ അവിടെ ബൂസ്റ്റ് മിൽക്ക് ഷേക്കോ അവിൽ മിൽക്കോ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ ജസ്റ്റ് സഹായിക്കാൻ വേണ്ടി ചെന്നതായിരുന്നു. എന്റെ പീസ് ഇതാ. ഇതെന്റെ തുടങ്ങല്ലേ? തുടങ്ങാം. എന്റെ കഴിച്ച് കുറച്ച് വലുത് ഞാൻ പകുതി പൊട്ടിച്ചു. കുഴപ്പമില്ല. നല്ല സുന്ദരാണ്. വേഗം അറിയുന്നുണ്ട്. വേഗം അറിയുന്നുണ്ട്. എന്നെ കഴിഞ്ഞാ പോട്ടെ. സെക്കൻഡ്. അപ്പൊ വൈകിയ പണിഷ്മെന്റ് അങ്ങനെയില്ല. അതാണ് എല്ലാവരും മൂന്നോടെ ഒപ്പം ഇട്ടത്. അപ്പൊ ഒരു പണിഷ്മെന്റ് എല്ലാവർക്കും ഓരോ പണിഷ്മെന്റ് ഉണ്ട്. എന്തായാലും ഇത് ബാക്കി കുറച്ചുണ്ട്. ഇവിടെ കഴിക്കാം. അപ്പൊ ഇത്ര ഉള്ളു നമ്മുടെ ചലഞ്ച്. ഇതോടെ നമ്മുടെ ചലഞ്ച് നമ്മൾ നിർത്തിയിട്ടുണ്ട്. പറ്റില്ല ഞങ്ങള് ഇങ്ങനെ നമ്മുടെ മിൽക്ക് ഷേക്ക് ബൂസ്റ്റ് അടിക്കുന്നതും അവൽ മിൽക്കിന്റെ എല്ലാം കൂടെ ഒന്നുകൂടെ പറ്റിയെങ്കിൽ ഒന്നുകൂടെ ഷോർട്ട് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ഇടാം. അടിക്കുന്നതിൻ്റെ ഇല്ല, കാരണം അത് ഓൾറെഡി എല്ലാം സെറ്റായി. ഞാൻ ഒന്ന് കൂളാക്കാൻ വെച്ചിരിക്കുകയാണ്. അത് കേട്ടിട്ടാക്കാം. പിന്നെ നമുക്ക് പണിഷ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ഞാൻ പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും ഓരോ പണിഷ്മെന്റ് ആണുള്ളത്. അപ്പൊ അത് ഇതൊന്ന് കഴിച്ചിട്ട് എന്തായാലും നമ്മൾ പണിഷ്മെന്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത വീട്ടിടണം. അല്ല കാര്യം ഇവർ 100 വില എപ്പോഴൊക്കെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അടുത്ത വീട്ടിലിടാൻ കണ്ടിട്ട് അടുത്ത കൊല്ലം, അടുത്ത മാസം. അതുകൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ചെയ്യല്ലേ? ഇന്നെ അത് ഷോർട്ട് ആയിട്ട് ഇടാതെ തീർക്കാം. ഓക്കെ, കാണാം. ബൈ.